ഹായ് ഓൾ, കാലിക്കറ്റ് കനോലി കനാലിന്റെ സൈഡിലാണുള്ളത്. തൊട്ടപ്പുറം സൈലം അവാർഡ്സ് നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഒരുപാട് പുഞ്ചിരിക്കുന്ന മുഖങ്ങളാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ജീവിതത്തിന്റെ ഇത്രയും കാലമുള്ള കഷ്ടപ്പാട് കൊണ്ട് തൻ്റെ ഇഷ്ടപ്പെട്ട കോളേജുകളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ആ കോളേജിൽ എത്തിക്കാൻ അത്രയും എഫേർട്ട് എടുത്ത ഒരുപാട് പാരൻസ്, ഇവരെയൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സ് കുളിർന്നു നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഫാസിലിനെയും അവൻ്റെ പാരൻസിനെയും കണ്ടത്. അല്ലേ, ഫാസിൽ നമുക്കറിയാം സൈലത്തിന്റെ ടോപ്പറാണ്. 99.85 ആയിരുന്നു ജെയ് മെയിൻ്റെ പെർസെൻറ്റേജ്. അല്ലെ, അഡ്വാൻസ്ഡ് എത്രയായിരുന്നു? അഡ്വാൻസ്ഡിൽ 3341. യെസ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ റാങ്ക്. അപ്പം പിന്നെ ഫാസിലിനോട് സംസാരിച്ച സമയത്ത് ഫാസിലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അവരുടെ ഉമ്മയും അതോടൊപ്പം തന്നെ ഉപ്പയാണ്. അപ്പൊ ഈ സമയത്ത് പല പാരൻസിനും സംശയമുണ്ട്, കുട്ടികളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് അവരെ മുഴുവൻ സമയം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രഷറൈസ് ചെയ്യണോ, അല്ല ഫ്രീ ആയിട്ട് വിടണോ? ഓക്കെ, അപ്പൊ അതൊക്കെ ഞങ്ങൾ പറഞ്ഞതിനെക്കാട്ടും നല്ല അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഫാസിലിന്റെ പാരന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാന്റെ പേര് മുജീബ് റഹ്മാൻ, ഉമ്മാന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫാസിലിനോട് തന്നെ ചോദിച്ചിട്ട് തുടങ്ങാം. ഓക്കെ ഫാസിലെ, എങ്ങനെയായിരുന്നു ഇവരുടെ സപ്പോർട്ട്? ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നോ, അല്ല പ്രഷറിങ് ആയിരുന്നു, എങ്ങനെയായിരുന്നു? ഫസ്റ്റ് പറയാനില്ല, ഞാനൊരു ധീര റിപ്പീറ്റർ ഓൺലൈൻ ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. സോ ഓൺലൈൻ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. സോ 1 ഇയർ നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. സോ നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ്. സോ ആ ഒരു 1 ഇയർ ഇപ്പോൾ ഓൺലൈൻ ആവുന്ന സമയത്ത് എല്ലാവരുടെ ഒരു പ്രശ്നമാണ്, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇവന്റ്സ് ഉണ്ടാവും, അപ്പോൾ അതിലൂടെ ഡിസ്ഡീവിയേറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പഠിക്കാനുള്ള ഒരു സ്റ്റഡിയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 1 ഇയറോളം എന്താ പറയുക, ഫുൾ സപ്പോർട്ടിങ്ങും കാര്യങ്ങൾക്കും പേരൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓൺലൈൻ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എല്ലാ രീതിയിലും ആദ്യം തന്നെ എല്ലാത്തിനും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ജെയ്ക്ക് എൻട്രൻസ് എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ കാലത്താണെങ്കിലും ആ സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു പേരൻസിന്റെ ഭാഗത്ത് നിന്ന്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഉപ്പാനോട് ആദ്യം ചോദിക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ ജെയ് മെയിൻ 2025 അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ആയിരിക്കണം ഒരു പാരന്റ് കുട്ടിയോട് ഈ സമയത്ത് ബിഹേവ് ചെയ്യേണ്ടത്? അല്ല, എങ്ങനെയാണ് ഉപ്പ നമ്മുടെ ഫാസിലിനോട് നിങ്ങൾ ബിഹേവ് ചെയ്തിരുന്നത്? കാരണം സമോൻ പറഞ്ഞ പോലെ ഇവിടെ ധീര ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഇവന്റെ പഠനത്തിൽ ഞങ്ങൾ അധ്യാപകർക്കുള്ളതിനേക്കാളും എത്രയോ മടങ്ങ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും വീട്ടിലിരിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. കാരണം ഞങ്ങൾ ഇവനെ കാണുന്നില്ല, നിങ്ങളാണ് കാണുന്നത്, അല്ലേ? അപ്പൊ എന്തായിരിക്കും, എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത്, എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള പാരന്റ്സ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റും? ആദ്യം ചെയ്യേണ്ടത് കുട്ടീനെ ഒരു വിശ്വാസത്തിലെടുക്കുക. പിന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാല് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസം വേണം, കിട്ടുന്നുള്ള ഉറപ്പ് വേണം. ഓനെ ധൈര്യത്തിൽ ഒരു വിശ്വാസത്തിലെടുത്തിട്ട് അവന്റെ ഇഷ്ടത്തിനാണ് വിട്ടുകൊടുക്കുന്നത്. ഓൺലൈനിലാണ് താല്പര്യം പറഞ്ഞത്, അതുകൊണ്ട് വിട്ടു. പിന്നെ അത് കണ്ടെന്ന് പറയില്ല. ഒരു കഴിവുള്ള ആളാണുള്ളത് നമുക്ക് തന്നെ അറിയാം. ഓനെ നമുക്ക് ഉൾക്കൊള്ളാം, നമ്മളെ ഓനെ ഉൾക്കൊള്ളാം. അത്ര. അതായത് പാരന്റ്സിനോട് പറയാനുള്ളത്, നമ്മുടെ മുജീബ് ക പറയുന്നത് ആദ്യം നമ്മുടെ കുട്ടിയെ നമ്മൾ വിശ്വാസത്തിലെടുക്കാനാണ്, അല്ലേ? ഓക്കെ, നമ്മുടെ കുട്ടിയെ നമ്മുടെ വിശ്വാസത്തിലെടുക്കാം. അപ്പൊ നമ്മുടെ കുട്ടി നമ്മുടെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടിയും നമ്മൾ അറിയാതെ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് നമ്മൾക്ക് എന്ത് വേണം? ഉറപ്പ് വരുത്തണം, അല്ലെ? അതിന് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം അങ്ങോട്ട് കൊടുക്കേണ്ട കെയർ ഉണ്ട്, അല്ലെ? ശരിയല്ലേ? സ്നേഹമുണ്ട്, അല്ലെ? അതായത് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? എങ്ങനെയാണ് ഉമ്മ മോന് പിന്നെ മൊബൈലിലൊക്കെ സമയം കളയാറുണ്ടോ? മൊബൈല് അവന് യൂസ് ചെയ്യല് പഠനത്തിന്റെ ഇടയിൽ ഓരോ റിലാക്സ് ടൈം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുക. അത് പിന്നെ ചെസ് അങ്ങനത്തെ കളികളൊക്കെയാണ് കളിക്കുക. അത് കൂടുതൽ സമയം ഒന്നും ചെയ്യലില്ല. പിന്നെ പറഞ്ഞാൽ ഓനെ കുറിച്ച് ചെറുപ്പത്തിലെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്. ചെറുപ്പത്തിലെ ഒരു ബ്രില്യന്റ് ബോയ് ആണ്, നല്ലൊരു ബുദ്ധിമാനാണല്ലേ? അതെ. സ്കൂളില് പിന്നെ ചേർക്കുന്നതിന്റെ മുന്നേ വീട്ടിൽ നിന്ന് അക്ഷരമൊക്കെ പഠിച്ചുകാണ്ട് സ്കൂളിൽ പോയ ആളാണ്. അത്രയും കേട്ടറിഞ്ഞിട്ട് ഞങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല, അത്രയും ബ്രില്യന്റാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു വിശ്വാസമാണ്, ഞങ്ങൾ ഓനെ നേടുന്ന ഞങ്ങൾക്ക് ഒരു വിശ്വാസമാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ അവന് ഒന്നും ഒരു സംശയിക്കലില്ല. അവൻ കളിക്കുകയാണോ, മൊബൈലിൽ എന്തെങ്കിലും കളിക്കുകയാണോ, പഠിക്കാതിരിക്കുകയാണോ, അങ്ങനെയൊന്നും സംശയിക്കലില്ല. എപ്പോഴും ഇങ്ങനെ പഠിച്ചോ എന്നിങ്ങനെ പറയലുമില്ല. അവനോട് ഒന്നും പറയല്ലേ, ഓനക്ക് വേണ്ടതെല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കും. പിന്നെ എന്തെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു ഇങ്ങനെ എക്സാമിന്റെ ടൈം ആയത് ഒരു ഫംഗ്ഷനോ അങ്ങനെ ഒന്നും വെക്കലില്ല ഞങ്ങള്. ഒരു പരിപാടിക്കും കൊണ്ടുപോകലില്ല.
ഞങ്ങള് ഓനക്ക് അതിനുള്ള ഓനെ ഫ്രീ ആയിട്ട് വിട്ടെടുത്തിട്ട് ഓന് സ്വയം പഠിക്കലാണ് ചെയ്യുന്നത്. ഞങ്ങള് പരിപാടിയൊക്കെ ഞങ്ങൾ സ്വയം പോകുന്നല്ലാതെ അവന് വീട്ടിൽ നിർത്തിയിട്ട് അവൻ തന്നെ പഠിക്കൽ ഞങ്ങൾ കൊണ്ടുവരുക. അത് ഇനി ബാധിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ പരമാവധി അവനെ പിന്നെ പ്രോഗ്രാം ഉള്ള സമയത്ത് നമ്മള് പിന്നെ വീട്ടിൽ ഫംഗ്ഷൻ വെക്കാതെ നോക്കാറുണ്ട് അല്ലെ? നമ്മൾ സ്വയം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് നമ്മള് പഠിക്കാനുള്ള പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളും ഒന്നും അവനോട് പറയലില്ല. അതൊക്കെ ഇനി അവനൊരു ടെൻഷൻ ആവണ്ട വിചാരിച്ചിട്ട് ഒന്നും ഒരു പ്രശ്നവും പറയലില്ല. നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ ചെറുപ്പത്തില് അവനെ പിന്നെ ഐഡന്റിഫൈ ചെയ്തെന്ന് പറഞ്ഞു അല്ലെ? സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ LS കളെ അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് അതിന്റെ ഗൈഡൻസ് ആരെങ്കിലും തന്നായിരുന്നോ? അല്ല എങ്ങനെയാണ് കുട്ടിയെ പിന്നീട് നമ്മളത് സെൽഫ് സ്റ്റഡി ഒരു സ്വയം കണ്ടെത്തി പഠിക്കുന്ന ഒരാളാണ്. അവന്റെ ജ്യേഷ്ഠൻ പഠിക്കുകയാണെങ്കിലും അവൻ പിന്നെ പരീക്ഷ എക്സാം കഴിഞ്ഞ് വന്നിട്ട് അവന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാണ്ട് ഇവന് അത് നോക്കും എനിക്ക് കിട്ടുമോന്നൊക്കെ. അന്നേ ചെറുപ്പത്തിലെ ഇവൻ താഴെയല്ലേ, അന്നേ അത്രയും ബ്രില്യന്റ് ആണ്. എന്നിട്ട് ഇവൻ സ്വയം കണ്ടെത്തും. സ്വയം ഇക്വേഷൻ ഇവൻ തന്നെ ഉണ്ടാക്കുന്ന ഒരാളാണ് സ്വന്തമായിട്ട്. അതായത് ഇപ്പൊ മാത്സിലൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ ഡയറക്റ്റ് വഴി ചെയ്തിട്ട് ആൻസർക്ക് എത്തുന്നതിന്റെ മുന്നേ ഓന് അത് എത്രമാത്രം എളുപ്പത്തിൽ കുറുക്കു വഴിയിലൂടെ അങ്ങോട്ട് എത്താന്നുള്ളത് സ്വയം ചെറുപ്പത്തിലേ കണ്ടെത്തിയാളാണ്. അങ്ങനെയാണ് സ്വയം അല്ലെ? അപ്പൊ സ്വയമായിട്ട് ഓനെ ഇതാക്കിയതാണ്. അപ്പൊ ആ ഒരു വിശ്വാസം അതില് കൊടുത്തു അല്ലെ? അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഉമ്മ സംസാരിച്ചു വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഉമ്മാന്റെ പിന്നെ കണ്ണിലുള്ള എന്താ പറയാ വിഷമാണോ? അല്ല വിഷമല്ല, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടം ഉണ്ടാവല്ലോ. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ് ഈ സിറ്റുവേഷനിൽ ഉമ്മക്ക് എന്താ തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷമാണ്. ഇതുപോലെ ഞങ്ങളെ പിന്നെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരു സൈലത്തിന്റെ ഇതിലൂടെ IIT എത്തുന്ന് പറഞ്ഞത് വളരെ അധികം സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നോക്കിയാട്ടെ, കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വന്നിട്ടുള്ള രോമാഞ്ചം വന്നിട്ടുള്ളത്. സപ്പോർട്ട് അധ്യാപകരും സ്ഥലത്തിന്റെ അടുത്ത് നിന്നൊക്കെ നല്ല അവന് കിട്ടിയിട്ടാണ് ഇവനിങ്ങനെ പിടിച്ചു നിർത്തണ്ട. ഞാൻ ഇവന് സെൽഫ് കോൺഫിഡൻസ് ഉള്ളതായതുകൊണ്ട് ഓന് ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഇവിടുത്തെ സൈലത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായതാണ്. അല്ല ഞാൻ ഇവൻ ഇത് പോരെ, വേറെ വേണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് അവന് വരും. അപ്പൊ അതൊന്നും ഇല്ലാതെ ഈ വർഷം ഫുള്ള് അവന് ഇതിൽ തന്നെ തുടരാൻ കഴിഞ്ഞത് സൈലത്തിന്റെ ഒരു അധ്യാപകരെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അതായത് ഉമ്മ പറഞ്ഞത് ചെറുപ്പം മുതലേ ഇങ്ങനെ സ്വന്തമായി കണ്ടെത്തി പഠിക്കുന്ന ഒരാളാണ്. അപ്പം ഓൾറെഡി റിസർച്ച് ഒക്കെ നടത്തിയ ആളായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഒരാളെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സൈലത്തിൽ പഠിച്ചു നിന്നത് അധ്യാപകരുടെ 9ാം ക്ലാസ്സിന്നൊക്കെ നമ്മള് ഒളിമ്പ്യാഡ് എക്സാം ഒക്കെ ആരെ ഒരു ഇതും പഠിപ്പിക്കലൊന്നും ഇല്ലാതെ സ്വയം കണ്ടെത്തിക്കാണ്ട് ഓന് നേടിയേക്കണേ. PRMO അല്ലെ? PRMO ഒക്കെ നേടിയ അത്രയും സ്വയം ഓന് ഇക്വേഷൻ ഉണ്ടാക്കിക്കാണ്ട് സ്വയം കണ്ടെത്തിയാണ് അല്ലെ? അപ്പൊ അതായത് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ? ഞങ്ങൾക്ക് അതിന് ഓനൊരു ഇതില്ല, ഞങ്ങൾ സംശയമില്ല. എങ്ങനെ വിട്ടാലും ഞങ്ങൾക്ക് പോയാലും അവനത് ചെയ്യും. അവന് വിചാരിച്ചത് എന്ത് അവന് വിചാരിച്ചാലും അവൻ നേടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഉസാറായിട്ട് നേടും. അപ്പൊ ഒരു വിശ്വാസം കൂടി വരില്ലേ? കൂടുതലും വിശ്വാസം കൂടി വരാണ്. സ്റ്റെപ്പ് വെക്കണനുസരിച്ച് വിശ്വാസം കൂടി വരും. ഓന് എന്തെങ്കിലും ഓനെ മുന്നിലോ എന്താ ഓന് പിന്നെ എനിക്ക് കിട്ടേണ്ടത് എന്ന് അവന് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതവൻ നേടിയിരിക്കും. അതിനുള്ള പ്രയത്നം അവൻ ചെയ്തിരിക്കും. അപ്പൊ ഫാസിലിനോടാണ് അപ്പം ഉമ്മയും ഉപ്പയൊക്കെ ഇത്രയും സമയം സംസാരിക്കുമ്പോഴൊക്കെ അവര് പറയുന്നത് അവർക്ക് വലിയ റോളില്ല അല്ലെ? മോനിക്കാണ് റോളില്ല അല്ലെ? റോളില്ല. അത് മീൻസ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്തത്, ഞാൻ അതിലേക്ക് വരുന്നത്, ഫാസിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഒരിക്കലും എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്തായാലും അവരെ സപ്പോർട്ട് വേണം. എങ്ങനെയായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തത്? സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മറ്റു ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കര ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലായിരിക്കും. അവർക്ക് എന്താ പറയുക, അവരുടെ ഒരു പേരൻസ് ഇപ്പം എന്താ പറയുക ഡോക്ടർ ആവണം, സോ നമ്മളും ഡോക്ടറാണ്, നമ്മുടെ ഒരു പാഷന് നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ്. സോ അങ്ങനത്തെ ഒരു പ്രഷറൈസ്ഡ് ഒരു എൻവയോൺമെന്റ് എനിക്കില്ലായിരുന്നു. ഫുൾ എന്താണ് എനിക്ക് എന്റെ പാഷൻ എന്താണ്, ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തായിരുന്നു. ഇപ്പോ എനിക്ക് പോകണം, ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, സൈലത്തിൽ ചേരണം എന്ന് എന്റെ ഇതായിരുന്നു. അങ്ങനെ നമുക്കൊരു ഇത് വേണം, ലൈക്ക് നമുക്കൊരു ക്ലിയർ പാത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഉം. അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും അതല്ലേ. നല്ലൊരു ബെനിഫിറ്റ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, കുട്ടികൾക്ക് നന്നായി പാത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് നമ്മൾ വിടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളെ സഹായിക്കുക, അല്ലെ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല കുട്ടികളെ, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ അല്ലെ, നമ്മൾ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? അതാണ് ഞാൻ നിങ്ങൾ സംസാരിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയ കൺക്ലൂഷൻ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. പല സ്ഥലത്തും വേറെ പ്രശ്നമുണ്ട്. ആ. രക്ഷിതാക്കൾക്ക് ഡോക്ടർ ആണെന്ന് തന്നെ വാശി പിടിക്കും, ആ, ആ, കുട്ടികള് അത് താല്പര്യം ഉണ്ടാവില്ല. ആ. എന്നാൽ നല്ലൊരു ഭാവി കുട്ടികൾ പറയുമ്പോ അത് അനുസരിക്കണം നമ്മള്. അതെ. തീർച്ചയായും നമ്മൾ പറഞ്ഞ അനുസരിക്കണം. എന്താന്നല്ല ആലോട് ആ. ഇത് നല്ലതാണെന്നുള്ളത് കണ്ടിട്ട് ഉൾക്കൊള്ളണം ഏത് കാര്യം, Yes, yes. അത്രേ ഉള്ളൂ. അതായത് രക്ഷിതാക്കള് എന്റെ ഇപ്പൊ ചില ആൾക്കാർ എഴുതി വെക്കുന്നുണ്ടാവും, എന്റെ ഇവരെ ഒരു ഡോക്ടർ ആക്കിയേക്കാം, അല്ല എഞ്ചിനീയർ ആക്കിയേക്കാം. കുട്ടിക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇല്ല. അപ്പൊ കുട്ടികളുടെ ഇത് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ പാഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സയന്റിഫിക് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരെ പക്ഷെ അങ്ങനെ സയന്റിഫിക് മെത്തേഡ് ഒന്നും ഉപയോഗിച്ചൊന്നുമല്ല, അല്ലെ? അവിടെ പ്രശ്നം പറ്റുന്ന കുട്ടിക്ക് ഭയങ്കര ഒരു ഭാഷ മാതിരി ഉപ്പ അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് അപ്പൊ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ കുട്ടിക്ക് ഒരു 50-50 വരും അതെ 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 പ്രശ്നം. ഡോക്ടർ ഉപ്പാന്റെ ഹിസ്റ്ററി വരില്ല, കുട്ടി അതിന് താല്പര്യം, പിന്നെ ഒരു പോക്കാണ്ട് പോകും. അതില് ചിലപ്പം പഠിച്ചൊക്കെ നന്നായിട്ടൊരു പിറകലുണ്ടാവും. അതാണ് ഓക്കെ. അതായത് പിന്നെ നമ്മൾക്കിപ്പോ കുട്ടികൾക്ക് അല്ലെ, കുട്ടികൾക്കൊരു ഇഷ്ടം നമുക്കൊരു ഇഷ്ടം, നമ്മൾ ഇഷ്ടം തള്ളിവിടുന്ന സമയത്ത് അവർ വിചാരിക്കുമെന്ത്, പിന്നെ എന്താ പറയാ, ഇത് എന്റെ ഇഷ്ടമല്ലല്ലോ, ഇത് ഉപ്പാന്റെ ഇഷ്ടമാണല്ലോ, അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടമാണല്ലോ, അല്ലെ എന്നൊക്കെ വിചാരിക്കും. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്ലെയിം ചെയ്യും, അല്ലെ? അതില് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുട്ടികൾക്ക് നെഗറ്റീവായിട്ട് എല്ലാ രീതിയിലും ബാധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളുടെ പാഷൻ അനുസരിച്ചിട്ട് വിടാം എന്നാണ് നമുക്ക് പറയാനുള്ളത്, അല്ലെ? അപ്പൊ ഇത്രയാണ്. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നുമില്ല, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഒരു പാരന്റ് അവന്റെ കുട്ടീനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുന്ന അവരൊരു നേട്ടം കൈവരിക്കുമ്പോഴായിരിക്കും. പക്ഷെ അഭിമാനിക്കുന്നത് ആ നേട്ടം അവൻ കൈവരിക്കുകയും അതിൽ അവൻ സന്തോഷവാനാണെന്ന് നമ്മൾ അറിയുകയും, അല്ലെ? അതൊരു ഒന്നൊന്നര നേട്ടമാകുമ്പോഴാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു നേട്ടം നേടിയ ഒരു അടിപൊളി പാരന്റ്സ് ആണ് ഇവിടെ കൂടെയുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഷെയർ ചെയ്ത് സംസാരിച്ചതിൽ. കാരണം ഒരുപാട് പാരന്റ്സിന് ഇത് യൂസ്ഫുൾ ആവട്ടെ. വളരെ നന്ദി സാർ. ഓക്കെ, താങ്ക് യു.